നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊപ്പോസിഷൻ 2.7 പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞ ആർഗ്യുമെൻറ്റിൽ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക്, അത് ഞാൻ പിന്നെ തിരുത്തി പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന എന്താ, യുവിനെ കുറച്ച് V1 V2 VJ-1 എന്ന് പറയുന്ന കുറച്ച് വെക്റ്റേഴ്സ് കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അതായത് കുറച്ച് വെക്റ്റേഴ്സ് നമ്മൾ ഓരോരോ വെക്റ്റേഴ്സ് ഇങ്ങനെ എടുത്തെടുത്ത് അതിൻ്റെ സ്പാൻ ഇങ്ങനെ ഫോം ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കുറച്ച് വെക്റ്റേഴ്സിൻ്റെ സ്പാനാക്കി യുവിനെ എഴുതാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ സ്പാനാണ് യു എങ്കിൽ നമുക്ക് യു എന്താ ഫൈനൈറ്റ് ഡയമെൻഷനിലാവും. ഓക്കെ, ഇനി അങ്ങനെ അല്ല, സ്പാൻ ആകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയും, ഓരോ പ്രാവശ്യവും ഇതിൻ്റെ സ്പാനിൽ പെടാത്തൊരു വെക്ടറിനെ ആഡ് ചെയ്ത് നോക്കും, സ്പാൻ ചെയ്ത് നോക്കും. അപ്പം ഇതിൻ്റെ സ്പാനിൽ പെടാത്തൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന V1 V2 VJ-1 തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാനിൽ വരുന്നതല്ല. കാരണം അങ്ങനെയുള്ളത് നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒന്നുകൊണ്ട് മറ്റൊന്നിനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ V1 V2 VJ-1 എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെയാണ്, പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ടൊരു VJ എടുക്കുമ്പോഴും അത് ഇതിൻ്റെ സ്പാനിൽ വരുന്നതല്ല. അങ്ങനെയുള്ളത് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ സ്പാനിന് വ്യത്യാസം വരുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു പോകും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ് നമ്മൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാപിറ്റൽ വിയിലെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റാണ്. ഇനി ക്യാപിറ്റൽ വിയിലെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് എപ്പോഴും അതിലെ സ്പാനിങ് ലിസ്റ്റിനേക്കാളും അതിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പം ഈ പറഞ്ഞ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, കാരണം ബി ഫൈനൈറ്റ് ഡയമെൻഷനാണല്ലോ, അപ്പോൾ അതിൻ്റെ സ്പാൻ ലിസ്റ്റ് ഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിനേക്കാളും ചെറുതായിട്ടായിരിക്കണം, ലെസ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക. ഓക്കെ, അങ്ങനെയാണിത് വരേണ്ടത്. നെക്സ്റ്റ് റിമാർക്ക്, എ ലിസ്റ്റ് ഓഫ് ലെങ്ത് 2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെയ്തർ വെക്ടർ ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ. നല്ലൊരു റിസൾട്ടാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. ലിസ്റ്റ് ഓഫ് ലെങ്ത് 2 ലീനിയർലി, അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അസ്യൂം ദ ലിസ്റ്റ് ഓഫ് വെക്ടർ യു വി ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് നമ്മൾ എടുക്കുന്നു. ദെൻ ദെയർ എക്സിസ്റ്റ് സ്കെയിലേഴ്സ് A1 ≠ 0, A2 ≠ 0 സച്ച് ദാറ്റ് A1 V1 + A2 V2 = 0. അങ്ങനെയുള്ള സ്കെയിലേഴ്സ് ഉണ്ടാവും. ഇംപ്ലൈസ് A1 V1 = -A2 V2, ഇംപ്ലൈസ് V1 = -A2/A1 × V2. ഇനി -A2/A1 എവിടെ ഉള്ളതാണ്? എഫിനകത്തിലുള്ളതാണ്. A1 A2 എഫിനകത്തിലുള്ളതായതുകൊണ്ട്, എഫ് ഫീൽഡായതുകൊണ്ട് ദെയർഫോർ യു ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വി എന്ന് നമുക്ക് കിട്ടിയില്ലേ. സോറി, ആദ്യം എഴുതിയിരിക്കുന്ന യുവും വി, അത് കഴിഞ്ഞിട്ട് V1 V2 എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ V1 ഒന്ന് ഇങ്ങനെ തന്നെ ചെയ്യുക, ഒന്നുകിൽ യു വി എന്ന് എഴുതുക, അല്ലെങ്കിൽ V1 V2 എന്ന് എഴുതുക. രണ്ടും കൂടെ എഴുതണ്ട കേട്ടോ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. V1 V2ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ യുവും വിയും എഴുതിയാൽ മതി. A1 U + A2 V = 0 അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, കോൺവേഴ്സ്ലി അപ്പോൾ ഇപ്പോൾ എന്തെന്ന്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ സ്കെയിലർ മൾട്ടിപ്പിൾ ആയിരിക്കുമെന്ന് കിട്ടി. ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സ്കെയിലർ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ഇനി നെയ്തർ ഓഫ് ദി വെക്ടർ, കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് വൺ ഓഫ് ദി വെക്ടേഴ്സ് ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ നമ്മൾ എടുക്കുന്നു. വൺ ഓഫ് ദി വെക്ടേഴ്സ് ഈസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ ആണെങ്കിൽ യു = CV എന്ന് വരും. ഇംപ്ലൈസ് U - CV = 0 എന്ന് കിട്ടും. ഇംപ്ലൈസ് യു ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പം സ്കെയിലർ മൾട്ടിപ്പിൾ ആണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ സ്കെയിലർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, കോൺവേഴ്സുമായി. രണ്ടിൻ്റെ നമ്മൾ രണ്ട് പാർട്ടിൻ്റെ നെഗേഷനാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനേഷൻ, എ ബേസിസ് ഓഫ് V ഈസ് എ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V ദാറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പാൻസ് V. അപ്പോൾ ഒരു വെക്ടർ സ്പേസ് V ഉണ്ട്, അതിൻ്റെ ബേസിസ്, ഇപ്പോൾ ഈ ഡെഫിനേഷൻ പഠിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകത്തില്ല. ബേസിസ് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷനാണ്. ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് ഈസ് എ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V ദാറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പാൻസ് V. രണ്ട് പ്രോപ്പർട്ടികൾ, ഒന്ന് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം, വിനെ സ്പാൻ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് 1 0 0 അങ്ങനെ പോകുന്നു, പിന്നെ 0 1 0 അങ്ങനെ പോകുന്നു, അടുത്ത 0 0 0 1, ഏറ്റവും ലാസ്റ്റ് 0 0 1 ഈസ് എ ബേസിസ് ഓഫ് F⁻n കോൾഡ് ദി സ്റ്റാൻഡേർഡ് ബേസിസ്. F ഒരു ഫീൽഡാണെങ്കിൽ F⁻n ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വിളിക്കും. ബേസിസ് ആണ്, ഈ ബേസിസിനെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വിളിക്കും. ഇനി എക്സാമ്പിളായിട്ട് 1 2 3 5 ഈസ് എ ബേസിസ് ഓഫ് F2 ബിക്കോസ്
addition to the standard basis f raised to n has many other bases, because in addition to the standard basis f raised to n has many other bases. The 1 2 is linearly independent but is not a basis of f2 since it does not span f2. അപ്പോൾ 1 2 3 5 എന്ന് പറയുന്ന f2ൻ്റെ ഒരു എന്താണ് ഒരു ബേസിസ് ആണ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, f2നെ സ്പാൻ ചെയ്യുകയും ചെയ്യും. ഇനി 1 2 മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ സ്പാൻ ചെയ്തിട്ട്. കാരണം 1 2 കൊണ്ട് നമുക്ക് 1 2ൻ്റെ മൾട്ടിപ്പിൾസിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സിൻസ് ഇറ്റ് ഡസ് നോട്ട് സ്പാൻ f2. അടുത്ത് 1 2 3 5 4 7 സ്പാൻസ് f2 ബട്ട് നോട്ട് എ ബേസിസ് because it is not linearly independent. 1 2 3 5 4 7 f2നെ സ്പാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ബേസിസ് അല്ല, കാരണം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, 4 7നെ നമുക്ക് മറ്റേ രണ്ടെണ്ണത്തിൻ്റെ സമായിട്ട് എഴുതാൻ കഴിയും. ഇനി വേറൊരു എക്സാമ്പിൾ 1 z സ്ക്വയർ എക്സെട്ര അങ്ങനെ പോയിട്ട് z m is a basis of pm of z. pm of z എന്ന് പറഞ്ഞാൽ എന്താ? set of all polynomials having degree less than or equal to m and coefficients from the field f. Okay. അടുത്ത proposition 2.8, a list v1 with etc vn of vectors in v is a basis of v if and only if every v belongs to v can be written uniquely in the form v is equal to a1 v1 plus a2 v2 plus etc plus an vn where a1 a2 etc an belongs to f. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, v1 v2 etc v എന്ന് പറയുന്ന ഒരു n വെക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് ബേസിസ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എവരി വെക്ടർ v ബിലോങ്സ് ടു v ക്യാൻ ബി റിട്ടേൺ യൂണീക്ക്ലി. അതായത് ഏതൊരു വെക്ടറിനെയും നമുക്ക് വെക്ടർ സ്പേസിലെ ഏതൊരു വെക്ടറിനെയും നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് v1 v2 etc vn ഈസ് എ ബേസിസ് ഓഫ് v. ബേസിസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നല്ലേ കാണിക്കട്ടെ. ലെറ്റ് v ബിലോങ്സ് ടു v ബിക്കോസ് v1 v2 etc vn സ്പാൻ ചെയ്യുന്നത് കൊണ്ട് there is a 7 8 etc n belongs to f such that v is equal to a1 v1 plus etc plus an vn. കാരണം ബേസിസ് എന്ന് പറഞ്ഞാൽ സ്പാൻ ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഒരിക്കലും സ്പാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടും. ടു ഷോ ദാറ്റ് ഇത് ഇക്വേഷൻ ഇൻ വൺ യൂണീക്ക് ആണെന്ന് അടുത്ത് കാണിക്കേണ്ടത്. സപ്പോസ് ദാറ്റ് ഇനി വേറൊരു റെപ്രസെൻറ്റേഷനും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക വിക്ക്, അതാണ് അടുത്ത് v is equal to b1 v1 plus etc plus bn vn. ഓക്കെ, ഇനി ഇത് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടും v ആയതുകൊണ്ട് നമുക്ക് 0 കിട്ടും. റൈറ്റ് സൈഡിൽ a1 മൈനസ് b1 ഇൻറ്റു v1 പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് bn ഇൻറ്റു vn ഇംപ്ലൈസ് ഈച്ച് aj മൈനസ് bj ഈക്വൽ ടു നമുക്ക് 0 കിട്ടും. കാരണം എന്താണ്? v1 v2 etc v എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ a1 ഈക്വൽ ടു b1 a2 ഈക്വൽ ടു b2 എക്സെട്ര an ഈക്വൽ ടു bn എന്ന് കിട്ടി. therefore we have the desired uniqueness ആണ്. നെക്സ്റ്റ് കോൺവേഴ്സ് പാർട്ട് എന്ന് എഴുതുക. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എവരി v ബിലോങ്സ് ടു v ക്യാൻ ബി റിട്ടേൺ യൂണീക്ക്ലി ഇൻ ദി ഫോം ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഏതൊരു വിനെയും ഇങ്ങനൊരു യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ എടുക്കുന്നു. ക്ലിയർലി ദിസ് ഇംപ്ലൈസ് ദാറ്റ് v n സ്പാൻസ് v. അപ്പം ഏതൊരു വിക്കും ഈ ലിസ്റ്റ് വെച്ചിട്ടൊരു യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതതിനെ ക്യാപിറ്റൽ വിനെ ഇതുകൊണ്ട് സ്പാൻ ചെയ്യാമെന്നല്ലേ അർത്ഥം. സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഏതൊരു വെക്ടറിനെ എഴുതാൻ കഴിയുക എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പാൻ ചെയ്യുന്നതെന്ന് കിട്ടി. ടു ഷോ ദാറ്റ് v1 v2 etc vn ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അടുത്ത് കാണിക്കേണ്ടത്. സപ്പോസ് ദാറ്റ് a1 a2 etc an ബിലോങ്സ് ടു f ആർ സച്ച് ദാറ്റ്. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് 0 is equal to a1 b1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര പ്ലസ് an vn ഈക്വൽ ടു 0 നമ്മൾ എഴുതുന്നു. യൂണീക്ക്നെസ് ഓഫ് ദി റെപ്രസെൻറ്റ്. ഇനി 0യ്ക്കൊരു ഇത് യൂണീക്ക്നെസ് ഉണ്ടെന്ന് നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണീക്ക്നെസ് വെച്ച് എന്ന് വെച്ചാൽ 0യ്ക്ക് ഒരു റെപ്രസെൻറ്റേഷൻ വേറെ ഉണ്ട്. 0 ഇൻറ്റു v1 പ്ലസ് 0 ഇൻറ്റു v2 പ്ലസ് എക്സെട്ര പ്ലസ് 0 ഇൻറ്റു vn ഉണ്ടല്ലോ. ഇനി ഇപ്പോൾ വേറൊരു റെപ്രസെൻറ്റേഷൻ കൂടെ കിട്ടി. അപ്പോൾ യൂണീക്ക്നെസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ a1 a2 എക്സെട്ര an എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. therefore v1 v2 etc vn is linearly independent and hence is a basis of capital V. Okay.